BS6 വണ്ടികൾ ലോഞ്ച് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ റോഡിലൊന്നും വണ്ടികൾ അധികം കാണാത്തത്. സെറാമിക് പാഡ് ഉണ്ട്, പക്ഷേ സെറാമിക് പാഡ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഏകദേശം 2000 രൂപ സെറാമിക് പാഡിന് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഷോറൂമിൽ ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആ സാധനം എത്തിച്ചു തരും. അകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ റോളേഴ്സൊക്കെ നല്ല പക്കയായിട്ട് അനങ്ങുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് ഫുള്ളായിട്ട് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലെ ചെയിൻ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെളി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോസൊന്നും കാണാത്തവർ ആ വീഡിയോസ് എല്ലാം കാണുക. അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഈ വീഡിയോ അവസാനം വരെയും കാണുക. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നത് വിൻഷീൽഡ് വെച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വിൻഷീൽഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിൻഷീൽഡ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. വിൻഷീൽഡ് ഒട്ടും തന്നെ ഇളകുന്നില്ല. വിൻഷീൽഡ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനലിൽ വന്നിരുന്ന വിൻഷീൽഡിനേക്കാളും സ്ട്രോങ് ആണ് ഈ വിൻഷീൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഞാൻ ട്രൈ ചെയ്തേക്കുന്നത് ഒരു 145 വരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുവരെയുള്ള സ്പീഡിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വിൻഷീൽഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ വിൻഷീൽഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫുൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഡിസ്ക് പാഡ് ഏകദേശം നമുക്ക് 5300 കിലോമീറ്റർ ആയപ്പോഴേക്കും ഫുള്ള് തീർന്നിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാനത് അഴിച്ച് ചെക്ക് ചെയ്തത്. നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യാനായിട്ട് ഈ 2 പിന്ന് റിമൂവ് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഊരിയെടുത്തിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 2 ബോൾട്ടുകളാണ് ഇതിന് വേണ്ടി റിമൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് അഴിക്കാനായിട്ട് വേണ്ടത് 12-ൻ്റെ സ്പാനറാണ്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനിത് ഷോറൂമിൽ ചെന്ന് ചോദിച്ചു. ഷോറൂമിലപ്പോൾ അവർക്ക് അവരുടേതായ ടൈം വേണം. അപ്പോൾ നമ്മൾ വണ്ടിയോടെ വെച്ചിട്ട് പോരണം. അങ്ങനെ ഈ ഒരു ചെറിയ കാര്യത്തിന് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. അതുമാത്രമല്ല, ഇതിൻ്റെ ഡിസ്ക് പാഡ് ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ഷോറൂമിൽ അന്വേഷിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. കാരണം 250യുടെ ബ്രേക്ക് പാഡുകൾ അതുപോലെ തന്നെ പാർട്സൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. കാരണം BS6 വണ്ടികൾ ലോഞ്ച് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ റോഡിലൊന്നും വണ്ടികൾ അധികം കാണാത്തത്. ഞാൻ ഷോറൂമിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഷോറൂമിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി വന്നു തുടങ്ങിയിട്ടില്ല. BS6 തന്നെ 150കൾ ഇപ്പോൾ വന്ന് റോഡിൽ ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. പുതിയ കളറുകളും കാര്യങ്ങളും ചേഞ്ചുകളൊക്കെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സ് കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബ്രേക്ക് പാഡിൽ ഇതുപോലെ 2 ലൈനൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ ലൈനൊന്നും ഇവിടെ കാണാൻ പോലുമില്ല. അപ്പോൾ ഫുള്ളായിട്ട് തേഞ്ഞിട്ടുണ്ട്. 5300 കിലോമീറ്ററോളാണ് എനിക്ക് ഈ ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ മുതൽ ബ്രേക്ക് പാഡ് മുറിഞ്ഞ് നമുക്ക് ഈ ബ്രേക്ക് ഡിസ്ക് മുറിഞ്ഞിട്ട് നല്ല രീതിയിൽ സൗണ്ട് വന്ന് തുടങ്ങും. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ ഇല്ല. ഏകദേശം ഒരു 1 mm താഴെയാണ് ഇപ്പോൾ ഡിസ്ക് പാഡുകളുള്ളത്. ഇനി ഈ രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഡിസ്ക് തേഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാനായിട്ടില്ല. അത് മാറ്റാമെന്നുള്ളതാണ് ഓപ്ഷനുള്ളൂ. പക്ഷേ ഈ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നത്. ഞാനിപ്പോൾ ഇതില്ലാഞ്ഞിട്ട് പോലും ഏകദേശം ഒരു 200 കിലോമീറ്ററോളം വീണ്ടും ഓടിക്കേണ്ടി വന്നു ഈ ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്തില്ല. ബാക്ക് ബ്രേക്ക് തന്നെ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഈ ഡിസ്ക് പാഡിന് നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ ഷീൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. ക്ലീൻ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തെ ഈ ഒരു പീസൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മളിതിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ പഴയ വണ്ടിയിൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ സെറ്റായി പോയായിരുന്നു. കാരണം ഇതിൽ ഗ്രീസൊന്നും ഇല്ലാതിരുന്നു. കുറേ നാൾ ഓടിയിട്ട് ഇത് സെറ്റായി പോയായിരുന്നു. അപ്പോൾ അത് ഷോറൂമിൽ കാണിച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പീസ് മൊത്തമായിട്ട് മാറണം. 12,500 രൂപ അതിന് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനന്നിട്ട് ലോക്കൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ജസ്റ്റ് ഹാമറിനടിച്ച് സാധനം ഊരി തന്നു. വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് 2 തട്ടടി ഇപ്പോൾ ഊരി പോരാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ലോണം ഗ്രീസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഡീസലാണ് എടുത്തേക്കണം. ഇപ്പോൾ ഡീസലാക്കിയിട്ടുണ്ട്. ഡീസൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 2 ഭാഗവും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രീസ് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്താൽ അപ്പോൾ ആ ഡീസൽ നല്ല രീതിയിൽ റിമൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീസ് ഇതൊന്നും പറ്റി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല രീതിയിൽ നല്ലൊരു തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് P3 എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗ്രീസാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ ക്വാളിറ്റിയുള്ള ഗ്രീസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ലോക്കൽ ഗ്രീസ് യൂസ് ചെയ്യാതിരിക്കുക.
ഇത് റീഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഡിസ്ക് പാഡ് പുതിയത് മേടിച്ചേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2 പിസ്റ്റൺസ് ഉണ്ട്, അത് നമുക്ക് തിരിച്ചകത്തേക്ക് കുറച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമ്മളിത് ജസ്റ്റ് പ്രസ് ചെയ്ത് അകത്തേക്ക് പൊക്കോളും. അല്ല, പുതിയതായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പോയി. പഴയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഈ സാധനം പോകാൻ ഭയങ്കര പാടുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അകത്തേക്ക് വയ്ക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് 2 നല്ല രീതിയിൽ അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലിയറൻസ് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ക് കയറ്റുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല, ഇതിൻ്റെ ഡിസ്ക് വലുതായതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് കയറ്റാനും ഇറക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീലിൽ തട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ടയർ റിമൂവ് ചെയ്തിട്ടൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്ത് വയ്ക്കുക. ഡിസ്ക് പാഡും കൂടി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തിക്നെസ് നല്ലോണം കൂടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഗ്രീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുടച്ച് കളയാം, നമ്മുടെ ഡിസ്ക് പാഡിലേക്ക് വരാത്ത രീതിയിൽ. ഇനി എന്തായാലും നമ്മൾ പുതിയത് മേടിച്ച ഡിസ്ക് പാഡ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ്. ഇതിൻ്റെ കോസ്റ്റ് വന്നത് 640 രൂപയാണ്. നമുക്ക് നോർമൽ 150 cc വന്നാൽ 300 രൂപയുള്ളൂ. ഇത് ഇരട്ടി വിലയുണ്ട്, 640 രൂപയാണ് ഇത് വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാഡുകൾ 2 അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മെറ്റൽസ് ഇതിൽ കൂടുതലാണ്. മറ്റേ നോർമൽ വന്നതിൽ മെറ്റൽസ് കുറവായിരിക്കും. അതേപോലെ ഇനി ഇതിന് സെറാമിക് പാഡ് ഉണ്ട്. പക്ഷേ സെറാമിക് പാഡ് നമുക്കിവിടെ അവൈലബിൾ അല്ല. ഏകദേശം 2000 രൂപ സെറാമിക് പാഡിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്പീഡിലൊക്കെ വരുന്ന രീതിയിലുള്ള ഇതിൽ നമുക്ക് സെറാമിക് ബ്രേക്ക് പാഡ് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യില്ല. കാരണം ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ, അതിൽ കോപ്പർ കണ്ടൻറ്റ് കൂടുതലുകൊണ്ട് തന്നെ. അപ്പോൾ അതേപോലെ തന്നെ സെറാമിക് പാഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേയ്മാനം കൂടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നോർമൽ ഡിസ്ക് പാഡ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് മറ്റ് പഴയ ഡിസ്ക് പാഡിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. ഏകദേശം ഇത്രയും തിക്നെസ് ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ 5000 കിലോമീറ്ററോളം ഇതിൻ്റെ ലൈഫ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈ സ്പീഡിലൊക്കെ പോയിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തേഞ്ഞ് തരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ഏകദേശം ഒരു ലൈഫ് എന്ന് പറയുന്നത്. നല്ല സ്പീഡിലൊക്കെ പോകുന്നൊരു വണ്ടിയുടെ. ഇപ്പോൾ ഞാനൊരു ടോപ്പിൻ്റെ മാക്സിമം യൂസ് ചെയ്യണത് ഒരു 135-40 വരെയൊക്കെ പോയിട്ടുണ്ട്. അതും നമ്മൾ നല്ല റോഡുകളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വണ്ടികൾ ക്രോസ് വരുമ്പോഴൊക്കെയാണ് നമുക്കിത് പെട്ടെന്ന് പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇത് പെട്ടെന്ന് തേഞ്ഞ് തരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് 640 രൂപയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിന് ഇൻസ്റ്റാൾ ചെയ്തില്ല. ഗൈസ്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചെറിയ പീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്ക് പാഡിനെ ഈ ഒരു ഇതിൽ ഇളകാതെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതിലൊരു ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആരോ നമ്മളിത് കറങ്ങുമ്പോൾ ഈ ആരോ നമ്മുടെ റൊട്ടേഷനിലുള്ള ഭാഗത്തേക്ക് ഇടുക. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്താൽ മാത്രം മതി, അതവിടെ ഫിറ്റ് ആയിക്കോളും. ഇനി നമ്മൾ ഇടേണ്ടത് ഡിസ്ക് പാഡുകളാണ്. ഡിസ്ക് പാഡ് ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡിസ്ക് പാഡ് ഇടാം. ഇതിന് ജസ്റ്റ് കട്ടിങ് മാത്രമേ ഉള്ളൂ. അതിന് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ഈ ഒരു സ്ലോട്ടിലേക്ക് ജസ്റ്റ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവിടെ ഗൈസ്, ഇപ്പോൾ ഇത് ചെയ്യുന്നത് കണ്ടോ, നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇത് ഓടുമ്പോൾ കിടന്ന് ഇളകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത സൈഡ്, നമുക്ക് ഈ സൈഡ് വരുന്നത് ഇതാണ്. ജസ്റ്റ് ഈ ഒരു റൗണ്ടിൽ, ഈ ഒരു വരുന്ന റൗണ്ടിലേക്കാണിത് ലോക്ക് വരുന്നത്. അപ്പോൾ നമുക്കത് ആ ലോക്കിലേക്ക് കൂടി ഇടാം. എന്തെങ്കിലും നമുക്കുള്ളത് ഈ പിന്നിടാന്നുള്ളതാണ്. ജസ്റ്റ് ഈ പിന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക. പിന്ന് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 2 ലോക്കുകളുണ്ട്. ആ ലോക്കുകളും കൂടി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പിന്നിടുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നാണ്. ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് സൈഡിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് വരും. അതേപോലെ തന്നെ ഈ പിന്നും നമ്മൾ സെയിം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇടുക. അത് രണ്ടും ഈ ഡയറക്ഷനിലൂടെ നിന്നോളും. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് നമ്മൾ അഴിച്ച പോലെ തന്നെ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളത് മാറ്റി ആ ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പിസ്റ്റണകത്തേക്ക് തള്ളിക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീല് കറങ്ങുമ്പോൾ അവിടെ ജസ്റ്റ് കുറയുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഇനി ഓടിയാലേ സെറ്റ് ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുതിയ ബ്രേക്ക് പാഡാണ്. അപ്പോൾ അതിൻ്റെ അൺഈവനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഓടി ലെവലാവാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റും ആയിട്ടുണ്ട്. മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ അറിയാമായിരുന്നു. കാരണം അതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ ആ ഒരു കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗണ്ടുകൾ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡ് മാറി പക്കയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രേക്ക് പാഡ് മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഗ്രീസ് ഇടുമ്പോൾ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് നിങ്ങളുടെ തീരാറായി നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ തന്നെ അപ്പോൾ നമ്മൾ ഷോറൂമിൽ ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആ സാധനം എത്തിച്ചു തരും. അതല്ല നമ്മൾ തീർന്നിട്ടാണ് അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അന്വേഷിച്ച പോലെ ഏകദേശം ഒരു 5 ഷോറൂമിൽ ഞാൻ കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥ വരും. പക്ഷേ അവർ എന്നോട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് അറിയാമല്ലോ ഏകദേശം നമ്മുടെ തീരാറാകുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ എനിക്കിത് തീരാറായി എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. എനിക്ക് തൊട്ടടുത്ത് തന്നെ ഭാഗ്യത്തിനുണ്ടായിരുന്നു, അങ്കമാലിയിൽ തന്നെ എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ കോസ്റ്റൊന്നും ആർക്കും അറിയാൻ വേണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ചെയിൻ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ചെയിൻ ക്ലീനിങ് കൂടി ജസ്റ്റ് കാണാം. ഗൈസ്, ഇപ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എങ്ങനെ ഉണ്ട് അതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ പിന്നീട് വെയിറ്റ് ചെയ്തു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഞാനൊരു 5400 അന്നത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6000 കിലോമീറ്ററോളം ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട്. 5821 കിലോമീറ്റർ. അപ്പോൾ ഒരു 420 കിലോമീറ്ററോളം ഞാൻ ഏകദേശം വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടി വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ സൗണ്ട് വരും. ആ സൗണ്ട് ഇപ്പോൾ ഇല്ല, അത് മാറി, അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനിയിപ്പോൾ ബാക്കിലെ ചെയിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി ശോചനീയമാണ്. കാരണം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ചെയിനൊക്കെ ആകെ നശിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഭാഗങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ ഇതുണ്ട്, മണ്ണും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയിനും വന്ന് വീഴും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം. നല്ല കാർ ഷാമ്പു ഇട്ടിട്ടാണ് ചെയിൻ ക്ലീൻ ചെയ്യണത്. ഞാൻ ഡീസലിട്ട് അധികം ക്ലീൻ ചെയ്യാറില്ല, കാരണം ഡീസലിട്ട് ഒട്ടും തന്നെ ക്ലീൻ ചെയ്യാറില്ല. ഈ ഡീസലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അതിലുള്ള കരിയും കാര്യങ്ങളൊക്കെ പോകുന്നുള്ളതാണ്. പക്ഷേ ആ ഡീസൽ അതിൻ്റെ കൂടെ പോകില്ല. നമ്മളിനിപ്പോൾ കഴിയാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഡീസൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ പോകില്ല. നമ്മൾ പിന്നെ അല്ലെങ്കിൽ ആ ഡീസൽ വെച്ച് കുറേ ദൂരം ഓടിച്ച് ചൂടാക്കി പിന്നെ ആ ഡീസലൊക്കെ കളയണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലൂബ് ചെയ്താലും കാര്യമില്ല. ആ ലൂബ് ഡീസൽ നമ്മൾ നോർമലി ഈ ചെളി കളയുന്ന പോലെ തന്നെ അതുമുള്ള ഓയിലും ഗ്രീസൊക്കെ ഡീസൽ കളയണ പോലെ തന്നെ ആ ഡീസൽ വീണ്ടും കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നമ്മളിതുപോലെ തന്നെയുള്ള എന്തെങ്കിലും സോപ്പ് ലിക്വിഡ് വെച്ചിട്ട്, ഡിറ്റർജൻറ്റ് ഞാൻ അത് യൂസ് ചെയ്യാറില്ല, ഡിറ്റർജൻറ്റ് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഇതിപ്പോൾ നമ്മൾ വണ്ടി കഴുകിയത് ഷാമ്പു തന്നെ കുറച്ച് തിക്കായിട്ട് എടുത്തിട്ടാണ് കഴുകണത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പഴയ പോലെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കോളും. ഞാനിനി വെള്ളത്തിൽ കലക്കാതെ തന്നെ ഇത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മണ്ണും ചെളിയൊക്കെ പൊക്കോളും, പുതിയതുപോലെ തന്നെയാവും. നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തായാലും വെള്ളം അടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പൊക്കോളും. പക്ഷേ ഡീസൽ അതുപോലെ പോകില്ല. അപ്പോൾ നമ്മൾ അടിക്കുന്ന ലൂബ്രിക്കൻ്റ് അതുപോലെ തന്നെ തിരിച്ച് പോയി ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡീസൽ യൂസ് ചെയ്യാത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുണി വെച്ചിട്ടാണ് നോർമലി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചെയിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് കഴുകുക എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കളർ തന്നെ അറിയാൻ പറ്റും. ഇനി അടുത്തത് ചെയ്യാൻ പോണത്, നമ്മളിത് ഡയറക്റ്റ് സോപ്പ് വെച്ചിട്ട്, നമ്മൾ വെള്ളം മിക്സ് ചെയ്യാതെ സോപ്പ് വെച്ചിട്ട് ഡയറക്റ്റ് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ കാർ ഷാമ്പൂ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് കഴുകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ സോപ്പ് കാര്യങ്ങളൊക്കെ പൊക്കോളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. ചെയിൻ്റെ സൗണ്ട് കുറയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ചെയിൻ തീരെ സൗണ്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. മറ്റേത് കല്ലും മണ്ണൊക്കെ അതിൻ്റെ ഇടയിൽ കയറുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ അകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ റോളേഴ്സൊക്കെ നല്ല പക്കയായിട്ട് അനങ്ങുന്നുണ്ട്. മുമ്പ് ഇത് ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു റൊട്ടേഷൻ മോഷനിൽ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഇരിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് താഴെ വരുന്നതാണ്. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ആ കരിയും കാര്യങ്ങളൊക്കെ ഇളകി പോയിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം അതിലുള്ള വെള്ളം കളയാനായിട്ടാണ് നമ്മൾ അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡിലേക്ക് വണ്ടി സ്പിൻ ചെയ്യിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഒരു വുഡൻ ബ്ലോക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് അങ്ങനെ കറക്കിയത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് ഓൾമോസ്റ്റ് വൈബ്രേഷൻ തീരെ കുറവാണ്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിക്ക് തീരെ വൈബ്രേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈബ്രേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ റിസ്ക്കാണ്. അത് നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതാരും അനുകരിക്കാൻ നോക്കണ്ട, അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇതന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം കളയാനായിട്ട് വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് ചെയ്താണ് ഇതൊക്കെ ബെനിഫിറ്റ് ഉള്ളത്. കാരണം നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാം. ഇനി പെഡോക്ക് സ്റ്റാൻഡൊക്കെ വയ്ക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മളെന്തായാലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ വെള്ളം മൊത്തം കളയാനായിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വണ്ടി കറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇപ്പോൾ ഇതുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു തുള്ളി വെള്ളമില്ല.
അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ തുടച്ചിട്ട് നമ്മുടെ ഓയിൽ ഞാനിതിന് യൂസ് ചെയ്യണത് നമ്മുടെ 90 ഗ്രേഡുള്ള ഗിയർ ഓയിലാണ് യൂസ് ചെയ്യണത്. ഇതുവരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 6000 കിലോമീറ്റർ ആവാറായിട്ടുണ്ട്. ഇതുവരെ ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. വണ്ടി മേടിച്ചപ്പോൾ അവരെനിക്ക് തന്നപ്പോൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നമ്മുടെ ചെയിൻ ലൂബ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യണത് ഗിയർ ഓയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഗിയർ ഓയിൽ അപ്ലൈ ചെയ്യാം. മാക്കിൻ്റെ ലൂബ്രിക്കൻ്റാണ് ഇത്. ഗിയർ ഓയിലാണ് വന്നിരിക്കുന്നത്. ഇത് 90യുടെ ആണ്. ഇത് ഏകദേശം പ്രൈസ് വന്നിരിക്കുന്നത് 130 രൂപ റേഞ്ചാണ്. 130 റുപ്പീസിന് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഞാനിത് പമ്പിൽ നിന്നാണ് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കാല്ല, ജസ്റ്റ് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണുള്ളൂ. കാരണം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് തെറിച്ചൊക്കെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒന്നാമത്തെ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൂബിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂബ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് കോരി ഒഴിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ചെയിൻ്റെ യാതൊരു സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ചെയിൻ നല്ല പക്ക ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഡിസ്ക് പാഡ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ചെയിൻ ക്ലീൻ ചെയ്ത് അതിന് നമ്മൾ ഗിയർ ഓയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ലൂബ് ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഏകദേശം ഒരു 5800 കിലോമീറ്റർ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ചെയിൻ ഇതുവരെ എനിക്ക് ടൈറ്റ് ചെയ്യണമെന്നില്ല. ആകെ 2 പ്രാവശ്യം ആണ് വണ്ടി സർവീസിന് കൊടുത്തത്. ആ 1000ൻ്റെ ഒരു സർവീസിന് 1000ത്തിലെ സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു 2500 3000 ആയപ്പോഴേക്കും അടുത്ത സർവീസ് ചെയ്യേണ്ടി വന്നു. കാരണം ടൈമായി, വണ്ടി ഓടിയില്ലായിരുന്നു അധികം. അപ്പോൾ ആ 2 സർവീസിലും മാത്രം ചെയിൻ ചെറുതായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു 3000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. പക്ഷേ ചെയിൻ ലൂസൊന്നും ആയിട്ടില്ല. നമ്മൾ ചെയിൻ ലൂബ് കൊടുത്താലും വലിയ കാര്യമായിട്ട് ലൂസാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 15000നും 22000 ആ റേഞ്ചിനിടയിലായിരിക്കും നമ്മുടെ ചെയിൻ്റെ ലൈഫ് വരുന്നത്. അതുപോലെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 6000നും 7000നും ഇടയിലായിരിക്കും. നമ്മുടെ യൂസ് പോലെ ഇരിക്കും. അതിപ്പോൾ ഞാൻ കൂടുതൽ ഓവർ സ്പീഡ് ചെയ്യുന്ന ചില സമയങ്ങളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ബ്രേക്ക് തെഞ്ഞു പോയത്. അപ്പം 100 കിലോമീറ്റർ ഏകദേശം ഓടിച്ചതിന് ശേഷം ചെയിൻ ലൂബ് കുറച്ച് ഭാഗങ്ങളിലേക്ക് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഓയിൽ കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കുറച്ചുകൂടെ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നമുക്ക് നോർമലായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ പൊടി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു കുറച്ചും കൂടി അത് വരും. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വരില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ലൂബ് കൊടുത്ത്, അതായത് നമ്മൾ ഓയിൽ കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി. ശരിക്കും നമ്മൾ ചെയിൻ ലൂബ് കൊടുത്തിട്ട് നമ്മളൊരു നൈറ്റൊക്കെ, ഒരു ഫുൾ നൈറ്റൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ആ റോളേഴ്സിൻ്റെ ഉള്ളിലെല്ലാം കറക്റ്റായിട്ട് ഓയിൽ ചെന്നെത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്ലീൻ ചെയ്തതിൻ്റെ ലൂബ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് പിന്നെ നമ്മുടെ ചെയിൻ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയറൻസ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ചെയിനും ഇതും തമ്മിൽ ഏകദേശം നല്ലൊരു ക്ലിയറൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയിൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, പ്രോപ്പർ ടൈറ്റിങ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഒന്നുകൂടി കയറിയിരിക്കുമ്പോൾ നല്ല രീതിയിൽ താഴും. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വിൻഷീൽഡ് എങ്ങനെ ചെയ്തതെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വിൻഷീൽഡ് നമ്മൾ വാങ്ങിയത് നമ്മുടെ RR3 ഷോറൂമിൽ നിന്നാണ്. അല്ലാതെ ഓൺലൈനായിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കുറേ പേര് ലിങ്കൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലിങ്കൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ അത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ വണ്ടിയുമേ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് വർക്ക് ചെയ്യൽ കുറവാണ്. നമ്മൾ എന്തെങ്കിലും സർവീസ്, അതായത് നമ്മൾ പെൻഡിങ് സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കാറില്ല. കാരണം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ദിവസമൊക്കെ അവർ സമയം ചോദിക്കും. അപ്പോൾ നോർമൽ സർവീസ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കൊടുത്തപ്പോൾ തന്നെ എടുത്തിട്ട് വരാം. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണം, അഡീഷണലായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കോസ്റ്റും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം വീട്ടിൽ സ്പാനേഴ്സും അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലാണ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടീന് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ ഈ വണ്ടി എന്നല്ല വേറെ വണ്ടികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സൈനിങ് ഓഫ് ബ്ലാക്ക് സ്റ്റാലിയൻ.